IFKയിൽ ഫസ്റ്റ് സ്ക്രീനിങ് ഞാൻ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് IFKയുടെ പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ ആശങ്ക തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ വളരെയധികം നല്ല റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് അത് മുന്നോട്ടേക്കുള്ള എൻ്റെ ഒരു ജേണിയിൽ ഭയങ്കര ഒരു എനർജിയാണ് IFK എനിക്ക് നൽകിയത്. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്ക്രീനിങ് ഉണ്ട്. ഇന്നത്തെ സ്ക്രീനിങ്ങും പിന്നെ നാളെ ഒരു സ്ക്രീനിങ് കൂടെ ഉണ്ട്. ആ സ്ക്രീനിങ് കൂടെ കഴിയുമ്പോൾ എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഒരു പിക്ചർ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വന്നത് ചെറുപ്പം മുതൽ സിനിമ കാണാറുണ്ടായിരുന്നു. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം പക്ഷേ എപ്പോഴും സിനിമ സ്വപ്നമായിട്ട് മനസ്സിലുണ്ട്. പക്ഷേ പഠനവും എൻജിനീയറിങ്ങും സിനിമയും രണ്ട് വഴികളിലൂടെ പോകുന്നതായതുകൊണ്ട് ഞാൻ ഒരു ജോലി സമ്പാദിച്ചു. അതിനിടയിലാണ് മാക്ട ഒരു ചലച്ചിത്രക്കളരി നടത്തിയത് 99-ൽ. ആ ചലച്ചിത്രക്കളരിയിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ഞാൻ. അവിടെ നിന്നാണ് നല്ല സിനിമകൾ, ഫെസ്റ്റിവൽ സിനിമകൾ ഞാൻ കണ്ടു തുടങ്ങിയത്. അതിൻ്റെ ഒരു റെസ്പോൺസും അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ സിനിമകൾ കണ്ടതിൻ്റെ ഒരു ഗുണവും മറ്റതൊക്കെയാണ് എനിക്ക് ഇങ്ങനൊരു നല്ല സിനിമ, നമ്മൾ പ്രേക്ഷകൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുന്ന രീതിയിൽ ഒരു സിനിമ എനിക്ക് ചെയ്യാനായിട്ട് അവസരം അങ്ങനെ അതിനു വേണ്ടി ശ്രമിച്ചത്. അതിപ്പോൾ ഏറെക്കുറെ സക്സസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കണം എന്ന് മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അത് ഫെസ്റ്റിവലിൽ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിലൊരു എൻട്രി കിട്ടുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ അല്ലെങ്കിൽ എൻ്റെ സിനിമ എന്ന രീതിയിൽ ഞാനത് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിന് ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ലാഗോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയോ അങ്ങനെയൊന്നും കൊണ്ടുവന്ന് പ്രേക്ഷകനെ കൺഫ്യൂഷൻ ആക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ധാരാളം കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സിനിമയുടെ ഒരു പാത ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായ രീതിയിൽ തന്നെ സിനിമ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചതും. ഫെസ്റ്റിവലുകളിലെ സ്വീകാര്യത എനിക്ക് തോന്നുന്നു പല അധികം കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് സെലക്ഷൻ കിട്ടി. വേറെ മലയാളം സിനിമയിൽ വന്ന എൻ്റെ ഒരു പാറ്റേണേ അല്ല വേറെ സിനിമകൾ മലയാള സിനിമയിലുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളും ജൂറി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ജൂറിയുടെ ഒരു വിലയിരുത്തലാണ് സിനിമ എല്ലാ ഫെസ്റ്റിവലിലും. ഇപ്പോൾ നമ്മൾ 6ഓളം ഫെസ്റ്റിവലുകളിൽ ഇന്ത്യയിലുള്ളത് ഞാൻ അയച്ചതാണ്. എനിക്ക് സെലക്ഷൻ കിട്ടിയത് IFFKയിലും ബാംഗ്ലൂരും മാത്രം. അപ്പോൾ ശരിക്കും കൊൽക്കത്തയിലും പൂനെയിലും ഇത് അയച്ചിട്ട് അപ്പോൾ അവിടുത്തെ ജൂറിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സിനിമ. അപ്പോൾ ആ ഫെസ്റ്റിവലുകളിൽ ഇപ്പോൾ സെലക്ഷൻ കിട്ടാത്തതുകൊണ്ട് ആ സിനിമ മോശമാണെന്നോ അല്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് അതിന് ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെയൊന്നും ചോദിക്കില്ല. കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ സിനിമ ആ ജൂറി അംഗീകരിച്ചു അല്ലെങ്കിൽ ആ ജൂറിക്ക് അത് മനസ്സിലായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ ഞാൻ ഈ ചലച്ചിത്രക്കളരി കഴിഞ്ഞിട്ട് എൻ്റെ അന്നത്തെ ഒരു 60ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ കുറേ പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലർ സിനിമാറ്റോഗ്രാഫിയുടെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫെസ്റ്റിവലുകളിലും ഞങ്ങൾ കുറേ പേരെങ്കിലും ഒന്നിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺടാക്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫെസ്റ്റിവലിൽ നിന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും നമുക്ക് സിനിമയായിട്ടുള്ള കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത് ഒരു പ്രൊജക്റ്റ് കയ്യിൽ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് മുമ്പോട്ടേക്കുള്ളൊരു ജേണി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പറയാം. അപ്പോൾ അത് ഒരു ഇതെല്ലാം പഠിച്ചു. അതിൻ്റെ ഒരു അപ്രോച്ചും ആ രീതികളും പഠിച്ചു. പക്ഷേ എനിക്ക് ഒരിടത്തും കാര്യമായ തടസ്സങ്ങളൊന്നും നേരിട്ടില്ല. നമുക്ക് ഇത് സിനിമ ഉണ്ടാകുന്നത് തന്നെ 2013 മെയ്യിലാണ് ഇതിൻ്റെ ഒരു ചർച്ച വരുന്നത് തന്നെ, നടക്കുമെന്ന് തോന്നി തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ സ്ക്രിപ്റ്റ് പൂർത്തിയായതും സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടന്നതും എല്ലാം നടന്ന ശേഷം ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് നീങ്ങി ആ പ്രൊജക്റ്റ് ഏകദേശം 2014 ഫെബ്രുവരിയിലായിരുന്നു ഷൂട്ടിങ്. അതിനുശേഷം പിന്നെയും ഈ ഫണ്ടിൻ്റെ അഭാവവും മറ്റതെല്ലാം കാരണം അത് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് നീണ്ട് ജൂലൈയിൽ അത് സെൻസർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇതൊന്ന് തിയേറ്ററിൽ റിലീസിങ് ഉദ്ദേശിച്ചപ്പോൾ അത് അത്ര പോസിബിൾ അല്ല, വീണ്ടും അതിന് ഫണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഫെസ്റ്റിവലിൽ അയക്കാമെന്നും മനസ്സിലായി. അപ്പോൾ ഏകദേശം IFFKയിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ IFFKയുടെ ഒരു റെസ്പോൺസ് അറിയുക എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് തിയേറ്ററിലേക്കുള്ള ഒരു റിലീസ് ഞാൻ തിയേറ്ററിൽ ഒന്ന് എത്തിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു.